ശശി തരൂരിന്റെ നീക്കങ്ങളെ തള്ളി എഐസിസി. തരൂർ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നാണ് എഐസിസിയുടെ വിലയിരുത്തൽ. സംഘടനാ തലത്തിൽ നിന്ന് വളർന്ന നേതാവല്ല ശശി തരൂർ. കഴിഞ്ഞ 2 പാർലമെന്റ് കാലയളവിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി പദവികൾ തരൂരിന് നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തരൂർ സ്വമേധയാ രാജിവെച്ചതാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ തരൂരിന്റെ നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതാണ്. സേഫ് സൈലബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ, തരൂരിന്റെ പ്രതികരണങ്ങളെ, തരൂർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ, വിവാദങ്ങളെ എങ്ങനെയാണ് എഐസിസി വിലയിരുത്തുന്നത്? പൂർണ്ണമായി തരൂരിനെ തള്ളുകയാണോ ദേശീയ നേതൃത്വം? അതെ, എഐസിസി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി തരൂർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എഐസിസിയുടെ ഒരു പൊതുവികാരമായി കാണാൻ നമുക്ക് കഴിയുന്നത്. അവർ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്? തരൂരിനെ പാർട്ടി അവഗണിച്ചോ? അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടി അവർ നൽകുന്നുണ്ട്. ദിവ്യ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി തരൂർ സ്വമേധയാ തീരുമാനമെടുക്കുന്നു. അതിന് പിന്നാലെയാണ് അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം തരൂര് വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. ഇപ്പോൾ അദ്ദേഹം CWC അംഗമാണ്. 2019-24 കാലയളവിൽ ലോക്സഭയിലെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസിന് ഒരു ചെയർമാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശശി തരൂറാണ്. 2019 മുതൽ 24 വരെയുള്ള കാലയളവിൽ IT മേഖലയിലെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടി തരൂരായിരുന്നു എന്നാണ് എഐസിസി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ തരൂരിനെ ഇപ്പോൾ നിലവിൽ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഘടനാ തലത്തിൽ നിന്ന് വളർന്ന നേതാവല്ല തരൂർ. അതുകൊണ്ടാണ് ഒരു വടക്കൻ സംസ്ഥാനത്തിനും അദ്ദേഹത്തിന് പാർട്ടിയുടെ ചുമതല നൽകാത്തത് എന്നുള്ളതാണ് എഐസിസി ഈ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി അദ്ദേഹത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് ആവശ്യമായ പദവികൾ നേരത്തെ പല ഘട്ടങ്ങളിലും നൽകിയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ കാര്യമായി പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കേരളത്തിലെ പാർട്ടി നടത്തി വരുന്നതിനിടയിൽ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തരൂർ നടത്തുന്നു.